നമസ്കാരം. ഇന്ന് ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫിന്റെ സ്ഥാപകനായ അനിരുദ്ധൻ ദേവദാസ് സാറാണ്. സർ, സ്വാഗതം. നമ്മൾ പല ഡേകളും ആഘോഷിക്കാറുണ്ട്. അതായത് വിമൻസ് ഡേ, മെന്റൽ ഹെൽത്ത് ഡേ, യോഗ ഡേ, അങ്ങനെയൊക്കെ ഒരുപാട് ഡേ. പക്ഷെ ഈ ഹാപ്പിനെസ് ഡേയെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ എന്താണ് ഈ ഹാപ്പിനെസ് ഡേയുടെ ഒരു പ്രാധാന്യം എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ 2013 മുതൽ മാർച്ച് 20 ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആയിട്ട് UNO അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് മറ്റേ ഹാപ്പിനെസ് ഈസ് എ പ്രൈം ഗോൾ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഏറ്റവും അവകാശപ്പെട്ടൊരു കാര്യം കൂടിയാണ് ഹാപ്പിനെസ് എന്നത്. നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് ആവശ്യമുള്ളതും അവകാശപ്പെട്ടതുമാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗത്തിലെല്ലാം നമുക്ക് എമോഷണൽ ആക്ടിവിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് 2 ടൈപ്പ് മൈൻഡ് ഉണ്ട്. ഒന്ന് ഇമോഷണൽ മൈൻഡ് എന്ന് പറയും, പിന്നെ ഇൻ്റലക്ച്വൽ മൈൻഡ് എന്ന് പറയും. ഈ ഹാപ്പിനെസ് എല്ലാം പ്രവർത്തിക്കുന്നത് ഇൻ്റലക്ച്വൽ മൈൻഡിലാണ്. നമ്മുടെ എമോഷൻസ്, നമുക്ക് ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ബോർഡം അല്ലെങ്കിൽ ഗ്രീഡ്, ഇങ്ങനത്തെ എല്ലാ നെഗറ്റീവ് ഇമോഷൻ സംഭവിക്കുന്നത് ഇമോഷണൽ മൈൻഡിലാണ്. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഹാപ്പിനെസ്സിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് അതിനുള്ള പ്രാക്ടീസസും നമ്മുടെ സോഷ്യൽ സർക്കംസ്റ്റാൻസ് എല്ലാം അതിനെ യോജിച്ചതായിരുന്നു, അല്ലെങ്കിൽ അത് പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഡിജിറ്റൽ വേൾഡിൽ എന്താണ് സംഭവിച്ചത്? ആഫ്റ്റർ കോവിഡ് കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് പേസ് ലൈഫാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി മാത്രം, അതായത് സർവൈവലിന് മാത്രമാണ് നമ്മുടെ എല്ലാം പ്രവർത്തിക്കുന്നത്, അല്ലേ? നമ്മുടെ ജോലിക്ക് വേണ്ടി, നമ്മുടെ ശമ്പളത്തിന് വേണ്ടി, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇതന്നെയാണല്ലോ ഒരു അനിമലും ചെയ്യുന്നത്, ഒരു മൃഗവും ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? അപ്പോൾ ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻ്റലക്ച്വൽ മൈൻഡ് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മൾ മൃഗത്തിൽ നിന്ന് മാറുള്ളൂ, മൃഗത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇമോഷൻസിനെ എല്ലാവരും ഇമോഷൻസിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എസ്പെഷ്യലി ഇപ്പം നമ്മൾ കുട്ടികളുടെ കാര്യമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത്, എപ്പോഴെങ്കിലും അവരുടെ അടുത്ത് നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഹാപ്പിനെസ് വേണ്ടി നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്? ഒന്നുമില്ല, ഇല്ല. അപ്പം ഇത് അവയർനെസ് കൊടുക്കണം. ഹാപ്പിനെസ് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് UN ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇനി വരുന്ന ആഴ്ചകളിലെല്ലാം നമ്മുടെ സർവൈവലിന് വേണ്ടി ചെയ്യുന്നതിനൊപ്പം, നമ്മൾ പഠിക്കുന്നത് സർവൈവലിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ജോലി ചെയ്യുന്ന സർവൈവൽ, നമ്മുടെ ഹാപ്പിനെസിന്റെ പ്രാധാന്യം കൂടെ നമ്മൾ കൊടുത്താൽ മാത്രമാണ് ഒരു ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, അതാണ് ഈ ഹാപ്പിനെസ് അവയർനെസ്സിന് ഇത്ര പ്രാധാന്യം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതിനുള്ള റീസൺ. അപ്പോൾ ഞാൻ സാറിന്റെ ഈ ബയോഡേറ്റയിലൂടെ പോയപ്പോൾ കണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അതോടൊപ്പം iSolutions എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമയും. അപ്പൊ എന്നെ അതിശയിപ്പിച്ചത് യാതൊരു ബന്ധവുമില്ലാത്ത ഈ മൈൻഡ്ഫുൾനെസ്സിലേക്ക് അങ്ങ് എങ്ങനെ എത്തിപ്പെട്ടു? ആ യാത്രയെ കുറിച്ച് ഒന്ന് പറയാം. അതെ, എഞ്ചിനീയറിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ സോൾവിങ് ദി പ്രോബ്ലംസ് ആണ്. നമ്മളെപ്പോഴും വെള്ളം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഡാം കെട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ നമുക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് സ്കില്ലാണ്, അല്ലേ? അതുപോലെ നമുക്ക് ഇപ്പോൾ ചൂടാണ്, റൂമിലെങ്കിൽ ഒരു AC വേണമെന്നുണ്ടെങ്കിൽ അതൊരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ചൂടെന്നുള്ളൊരു സൊല്യൂഷനാണ് എഞ്ചിനീയറിംഗിൽ അത് എയർ കണ്ടീഷനായി മാറ്റി നമുക്കെടുത്ത് കംഫർട്ടായിട്ട് നമുക്ക് തരുന്നത്. സിമിലർലി നമ്മുടെ മൈൻഡിനുള്ള സൊല്യൂഷൻസ്, ഇതാണ് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്, അല്ലെങ്കിൽ റിസർച്ച് നടത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇമോഷണൽ മൈൻഡിന്റെ ഡോമിനൻസി കാരണം, ഇമോഷണൽ മൈൻഡ് ഡോമിനേറ്റ്സ് ദി വേൾഡ് ആണ് കേട്ടോ. ഇമോഷണൽ മൈൻഡാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് കാലം. നമുക്കൊരു പീസ് ഓഫ് മൈൻഡോ ഒരു ഹാപ്പിനെസ്സോ നമുക്ക് കിട്ടില്ല. ഇമോഷണലി ആണ് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നത്, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടില്ല. പക്ഷെ നമ്മൾ എന്താണ് സീക്ക് ചെയ്യുന്നത്? വാട്ട് വി ആർ സീക്കിങ് ഈസ് ദി ഹാപ്പിനെസ്. അത് നമ്മുടെ മൈൻഡിൽ ഇൻബിൽഡായിട്ട് ഹാപ്പിനെസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻബിൽഡായിട്ട് അത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. സോ അൺട്രെയിൻഡ് മൈൻഡാണ് നമ്മുടെ എല്ലാ ക്രൈംസും അല്ലെ എല്ലാ സഫറിങ്സിൻ്റെയും കാരണം. മനസ്സിലായോ? സോ നമ്മൾ എഡ്യൂക്കേഷൻ നടക്കുന്നത് ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടെങ്കിൽ പോലും മൈൻഡ് ട്രെയിൻഡ് ആണോ? മൈൻഡ് ട്രെയിനിങ് അവരുടെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഹാപ്പിനെസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു, ഹാപ്പിനെസിന്റെ അവയർനെസ് നമ്മൾ പറഞ്ഞു. ഹൗ ടു കൾട്ടിവേറ്റ് ഹാപ്പിനെസ്? അപർണയുടെ എക്സ്പീരിയൻസ് എന്താ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ?
ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടുന്നു, നമ്മൾ അതിലൂടെ സാറ്റിസ്ഫാക്ഷൻ, അതിലൂടെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അതാണ് അതിനെ സംബന്ധിച്ച്. അതെ, നമുക്കൊരു ഐസ്ക്രീം കിട്ടുന്നു, നമുക്കൊരു ബിരിയാണി കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നു. ഇതെല്ലാം കണ്ടീഷൻസ് അല്ലേ? ശ്രദ്ധിക്കൂ, അതായത് നമുക്കൊരു കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് സീക്ക് ചെയ്യുന്നതെല്ലാം പ്ലഷറാണ്. ഹാപ്പിനെസ് ഡസൻറ്റ് ഹാവ് എനി കണ്ടീഷൻസ്. ഹാപ്പി മൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ഇല്ലാത്ത മൈൻഡാണ്. മനസ്സിലായോ? കണ്ടന്റ് ആയിരിക്കും ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. മറ്റേത് നമ്മൾ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുന്നു, ഒരു പാട്ട് കേൾക്കുന്നു, ഫ്രണ്ട്സിനോട് പോകുമ്പോൾ നമുക്ക് പ്ലഷറാണ് കിട്ടുന്നത്. ഈ പ്ലഷറിൽ എന്താണ് ഒരു പ്രഷർ? ഇറ്റ് ഓൾവേസ് വേരീസ് ആണ്. പ്ലഷർ ആയിട്ടുള്ള സംഭവം അൺപ്ലസൻ്റ് ആവും, പ്ലസൻ്റ് ആയിട്ടുള്ള സംഭവം അൺപ്ലസൻ്റ് ആവും, അൺപ്ലസൻ്റ് ആയത് പ്ലസൻ്റ് ആവും. ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഹാപ്പിനെസ്സിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇറ്റ് ഈസ് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ജന്മനാൽ ഇൻബിൽഡായിട്ട് കിട്ടുന്നതല്ല, അല്ലെങ്കിൽ ജന്മനാൽ നമുക്ക് വരുന്നതല്ല. നമ്മളതിന് പ്രോപ്പർ ട്രെയിനിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ, മൈൻഡിന് ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഹാപ്പി മൈൻഡ് സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ. മനസ്സിലാവും? അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇമോഷൻസിനെയാണ് നമ്മൾ അബാൻഡൻ ചെയ്യുന്നത്, അതിനെ നമ്മൾ ഒഴിവാക്കുന്നത് മനസ്സിൽ നിന്ന്. ഒന്ന് ഗ്രീഡ്, പിന്നൊന്ന് ഹേറ്റ്രഡ്, പിന്നൊന്ന് ഡിലൂഷൻ. അതായത് ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, പിന്നെ വന്നിട്ട് ഹേറ്റ്രഡ് വെറുപ്പ്, പിന്നെ മൂന്നാമത്തത് ഡെലൂഷൻ എന്ന് പറയും, നമ്മുടെ സങ്കല്പത്തിൽ നിന്നിരിക്കുന്ന ലോകം. ഇത് 3ഉമാണ് ഇന്ന് കുട്ടികളിൽ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവും? ഇപ്പോൾ പല വെബ് സീരീസും മറ്റേതും കാണുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് വരുന്നത് ഈ 3 ഇമോഷനായിരിക്കും. വെറുപ്പില്ലേ, ഭയം, അതേപോലെ ഭയം ഉണ്ടാവും കേട്ടോ. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഭയം, അതായത് വേറൊരു ലോകത്തിരിക്കുന്നു. ഞാൻ ഈ കുട്ടികളെ കാണാറുണ്ട്, അവരുടെ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അവർ വരയ്ക്കുന്നു, അതുപോലെ അവർ അഭിനയിക്കുന്നു, ആ കഥാപാത്രം അഭിനയിക്കുന്നു. ഇതെല്ലാം ഇമോഷണൽ ആക്ടിവിറ്റി കൂടുന്നതാണ് അവർ കാണുന്നത്. അപ്പം ആ ഇൻ്റലക്ച്വൽ മൈൻഡ് അവിടെ സൈലൻ്റ് ആയിരിക്കുകയാണ്. അതാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായി? ഇപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സിന് കുറച്ചും കൂടെ ഒരു ജനപങ്കാളിത്തം കൂടുന്നുണ്ട് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അതെ, നമ്മൾ ഹാപ്പിനെസ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് പറ്റി ആദ്യം പറഞ്ഞുതരാം. മൈൻഡ്ഫുൾനെസ് പറഞ്ഞാൽ ഇത് മൈൻഡ് ട്രെയിനിങ് ടെക്നിക്സ് ആണ്. നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞു, അൺട്രെയിനഡ് മൈൻഡാണ് എല്ലാ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ പ്രോബ്ലം മേക്കർ. അങ്ങനെ ഒരു വേൾഡിലാണ് നമ്മളിരിക്കുന്നത്. എമോഷണൽ ലൈഫ്, എമോഷണൽ ആക്ടിവിറ്റീസ്, എമോഷണൽ ഡിസ്റ്റർബൻസ് എല്ലാത്തിനും കാരണം അൺട്രെയിനഡ് മൈൻഡാണ്. ഇനി നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യണു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം പറയാം, ഹാപ്പിനെസ്സാണ് നമ്മുടെ ഗോള്. ആദ്യമേ പറഞ്ഞു ഹാപ്പിനെസ്സാണ് നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു. ഇന്ന് മുതൽ അപർണ തീരുമാനിക്കുക ഞാൻ ഹാപ്പി പേഴ്സൺ ആണെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക? നിങ്ങളുടെ അറ്റൻഷനാണ്. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ അറ്റൻഷൻ, അതിനനുസരിച്ച് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവും. ഹാപ്പിനെസ് ട്രെയിനിങ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. യുവർ അറ്റൻഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ നമ്മൾ മൈൻഡ്ഫുൾനെസ് പറയുമ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റൻഷൻ ട്രെയിനിങ് എന്നാണ് പറയും. നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ അറ്റൻഷൻ നമ്മുടെ മൈൻഡിനെ പരിശീലിപ്പിക്കുക. ഇന്ന സ്ഥലത്ത് അത് ഫോക്കസ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പരിശീലിപ്പിക്കാൻ പറ്റും. മനസ്സിലാവും? അപ്പോൾ മൈൻഡ്ഫുൾനെസ് മീൻസ് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ദി മൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് ലിവിങ് ഇൻ ദി പ്രസന്റ് മൊമെന്റ് വിതൗട്ട് എനി ജഡ്ജ്മെന്റ് ഓർ പ്രിഫറൻസ്. Or you can say mindfulness is the capacity of your mind to live in the present moment and knowing what is happening right now without any judgment or preference. അതായത് പ്രസന്റ് മൊമെന്റിലേക്ക് മനസ്സിനെ പരിശീലിപ്പിക്കുന്നു. അതിൽ ജഡ്ജ്മെന്റ് ഇല്ല, അതുപോലെ നമുക്ക് പ്രിഫറൻസും ഇല്ല, താല്പര്യങ്ങളും ഇല്ലാത്ത ഒരു മൈൻഡ് സ്റ്റേറ്റാണ് മൈൻഡ്ഫുൾനെസ്. സോ ഇതൊരു കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോസസ്സാണ്. ഇതിൽ അറ്റൻഷൻ, ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ അറ്റൻഷൻ. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അറ്റൻഷൻ ട്രെയിനിങ് ആണ്. അറ്റൻഷൻ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകുമ്പോൾ നിങ്ങളുടെ വാണ്ടറിങ് മൈൻഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സ് വാണ്ടർ ചെയ്യുന്നുണ്ടോ അവരുടെ? ഉണ്ട്. ഒരു റിസർച്ച് 10 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഈ മൈൻഡ്ഫുൾനെസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എടുത്ത റിസർച്ച് തന്നെ 46.7% മനുഷ്യൻ്റെ മനസ്സ് വാണ്ടർ ചെയ്യുന്നതാണ് പറഞ്ഞത്. 46.7%. അത് ഈ സമയത്ത് ഇരിക്കുമ്പോൾ പോലും നിങ്ങൾ 50%, അപ്രോക്സിമേറ്റ്ലി 50% മൈൻഡ് വാണ്ടർ ചെയ്യുന്നു. യു ആർ തിങ്കിങ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ദിസ് സെഷൻ, പ്ലാനിങ് അബൌട്ട് ഫ്യൂച്ചർ ആൻഡ് യെസ്റ്റർഡേസ് മിസ്റ്റേക്സ് യു ആർ അനലൈസിങ്. അപ്പോൾ നമുക്ക് മൈൻഡ് വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ പഴയ കാലത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകും, പിന്നെ ഒന്ന് വന്നിട്ട് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് മനസ്സ് പോകും. പഴയ കാലത്തിലേക്ക് ചിന്ത പോയാൽ എന്താ സംഭവിക്കുക? ഡിപ്രസീവ് തോട്ട്സ്. ആദ്യം അത് ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് എന്ന് പറഞ്ഞ പോലെ നൊസ്റ്റാൾജിക് നമ്മളിങ്ങനെ പോവും, പിന്നെ അത്
ആ മൈൻഡ് എന്ത് ചെയ്യും, നിങ്ങളെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ ഡിപ്രസീവ് തോട്ട്സ് ഉണ്ടാക്കും, സെൽഫ് ജഡ്ജ്മെന്റ് ഉണ്ടാക്കും. നമ്മൾ അന്ന് അങ്ങനെ ചെയ്താണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയി തന്നെ എന്നുള്ളൊരു ജഡ്ജ്മെന്റ് വരാം. പിന്നെ ക്രിറ്റിസിസം ഉണ്ടാക്കും, സെൽഫ് ക്രിറ്റിസിസം ഉണ്ടാക്കും. അതുകൊണ്ടാണ് പഴയതിലേക്ക് ചിന്തിക്കരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ സാർ ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ള കോഴ്സ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 10 years. സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതലും? സ്ത്രീകൾ വരാറുണ്ട് കേട്ടോ, കൂടുതലായിട്ട് സ്ത്രീകൾ വരുന്നുണ്ട്. അത് ശരി. എന്തുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതൽ വരുന്നത്? ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ സ്ട്രെസ് കൂടുതലായിട്ട് സ്ത്രീകൾക്കാണ് വന്നിരിക്കുന്നത്. റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ വന്നിരിക്കുന്നത് സ്ത്രീകൾക്കാണ്. അവർക്ക് കുറച്ചും കൂടെ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറച്ച് കുറവാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അതേപോലെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസിന് വരാറുണ്ട്. മൈൻഡ്ഫുൾനെസ് ഫോർ വുമൺ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പം സാർ, ഇപ്പം സ്ത്രീകൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവാണ് എന്ന് പറഞ്ഞു. അപ്പം അത് എന്തുകൊണ്ടാണ്? അപ്പം അവരിപ്പോൾ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ അവർക്ക് കുറവ്? ആഫ്റ്റർ മാരേജ് വീട്ടിലെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് കൂടിയിട്ടുണ്ട്. മക്കളെ നോക്കുന്നതും ഹസ്ബൻഡ് കാര്യം നോക്കുന്നതും വീട്ടിലെ പാരൻസിനെ നോക്കുന്നതും അവരുടെ പാരൻസിനെയും നോക്കണം, ഹസ്ബൻഡിന്റെ പാരൻസിനെയും നോക്കുമ്പോൾ അവർക്കൊരു ഫ്രീഡം അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനുള്ള സമയം പോലും ഇല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല വെൽത്ത് എന്ന് പറയുന്നത്, വെൽത്തി പേഴ്സൺ എന്നത് ദോസ് ഹു ഹാവ് ടൈം. സമയമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെൽത്ത്. മനസ്സിലായോ? സമയം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ദെൻ യു ആർ ദ വെൽത്തി പേഴ്സൺ എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഒന്ന് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ദ ലക്കി പേഴ്സൺ. മനസ്സിലായി? ഇന്ന് സമയമില്ല, അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അത് മാറിയിരിക്കുന്നത്. ഇത് ട്രെയിൻ ചെയ്ത ഒരാളെ ഇങ്ങനെ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതായത് നമുക്ക് ഈ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷെ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഈ മൈൻഡ്ഫുൾനെസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാം. അതെ, നമുക്ക് ഇതിലൊരു ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എന്നൊരു ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞത് മൈൻഡ് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു. ഹൗ ടു ലവ് യുവർ സെൽഫായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സെൽഫ് ലവ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം? നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ വെറുപ്പാണ് നമുക്കെങ്കിൽ, ദെൻ യു വിൽ ഹേറ്റ് അതേഴ്സ് ആൾസോ. ആദ്യം നിങ്ങളെ വെറുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ വെറുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ സോഷ്യൽ കണക്ഷൻസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ ഈ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കണ്ടീഷൻസ് ഉണ്ടാവില്ല. ഇന്നാള് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അയാളോട് പെരുമാറുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻസ് ഇല്ല. അൺകണ്ടീഷൻ ലവ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് വെറുപ്പ്. നമ്മളോട് വെറുപ്പുള്ളവരെയും അതേപോലെ നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പുള്ളവരെയും എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് ഈ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ പഠിപ്പിച്ചു തരുന്നത്. അതൊരു ബ്രോഡ് മൈൻഡാണ്, നാരോ മൈൻഡ് അല്ല. ഈ മൈൻഡിനെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഈ മെഡിറ്റേഷൻസ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ്. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കൂടും നമുക്ക്, ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി കണ്ടീഷൻസ് ഇൻ അവർ മൈൻഡ്. ഏത് ടൈപ്പ് ആളെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ പ്രത്യേകത. ഓക്കെ, അതിൽ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എൻ്റെ യൂട്യൂബ് ഉണ്ട്. ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എൻ്റെ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, കന്നഡ വേർഷനിലുണ്ട്. 3 വേർഷൻസിന് ഇനി ഞങ്ങൾ മറ്റു ലാംഗ്വേജിൽ ചെയ്യുന്നുണ്ട്. ഏതൊരു അസുഖം വന്നാലും ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ആദ്യം പറയുന്നത് സ്ട്രെസ്സ് കുറയ്ക്കും. അപ്പോൾ സ്ട്രെസ്സ് കുറച്ചാലേ നിങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സ്ത്രീകളുടെ കേസിൽ പറഞ്ഞതാണ്, എന്നാലും ചോദിക്കുകയാണ്, ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ മൈൻഡ്ഫുൾനെസ് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും? ഈ സ്ട്രെസ് എന്ന് പറഞ്ഞത് ഏൻഷ്യൻ കാലഘട്ടത്തിൽ ഞാൻ വേണമെങ്കിൽ പറയാം ദുഃഖ എന്ന് പറയും. അതായത് ഈ ദുഃഖ എന്ന് പറയുന്നത് നമ്മൾ ഈ ബുള്ളക്കാർട്ടിൻ്റെ ഈ കാളവണ്ടിയുടെ ആക്സിലുണ്ട്, അതിൻ്റെ ചക്രമുണ്ട്. ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആവാതിരുന്നാൽ അതെങ്ങനെയായിരിക്കും? ആടി ഉണ്ട്. മനസ്സിലായോ? ഇതാണ് ഈ ദുഃഖ എന്നുള്ളത് പാലി ലാംഗ്വേജിൽ പറയുന്ന ഒരു കാര്യം. നമ്മുടെ ലൈഫിൽ നമ്മുടെ ആക്സിൽ പ്രോപ്പർ അല്ല, അതാണ് പറയുന്നത്. അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിമാൻഡ്, നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ഡിമാൻഡ് ഉണ്ട്, നമ്മുടെ കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഇത് രണ്ടും മാച്ച് ആവണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഈ വീടുകളിൽ കിണറിൽ യൂസ് ചെയ്യുന്ന മോട്ടർ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ചെറിയ മോട്ടറാണ് നമ്മൾ വെച്ചോളൂ. സപ്പോസ് ചെറിയൊരു മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം ആകുമ്പോൾ അത് വെള്ളം താഴുന്തോറും ഈ മോട്ടർ ചൂട് കൂടും, ഇത് കേടുവരാൻ തുടങ്ങും. അതിന് താങ്ങാൻ പറ്റില്ല. ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അത് അതിൻ്റെ കപ്പാസിറ്റർ അടിച്ചു പോയി എന്ന് നമ്മൾ പറയും. ഇത് തന്നെയാണ് സ്ട്രെസ്. ഈ മോട്ടർ കത്തിക്കരിഞ്ഞു പോകുന്നില്ലേ, ഇതേപോലെ യുവർ ബ്രെയിൻ ഈസ് ബേൺ ഔട്ട്. ആ ലോഡ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. റെസ്പോൺസിബിലിറ്റീസും അതേപോലെ
അത് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് സ്ട്രെസ് ആവുന്നത്. മൈൻഡ്ഫുൾനെസ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദ പെർസെപ്ഷൻ അബൌട്ട് ദിസ് ലൈഫ് ഈസ് ചേഞ്ചിങ്. നിങ്ങൾ ഈ ലോഡ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ലോഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. യുവർ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യും. കാഴ്ചപ്പാട് തന്നെ മാറ്റും. കാഴ്ചപ്പാട് മാറ്റുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്രോഡ് മൈൻഡിൻ്റെ വിശാലത കൂടുമ്പോൾ എന്താവും, നിങ്ങൾക്ക് അവിടെ സ്പേഷ്യസ് ആയിരിക്കും. ഏത് റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള വിൽ പവർ ഉണ്ട്. മൈൻഡ്ഫുൾനെസ് ഇൻക്രീസസ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് വിൽ പവർ. ആൻഡ് യു ആർ ലീവിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് ആൾസോ. പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുമ്പോൾ വിതൗട്ട് എനി മെന്റൽ ഡിസ്റ്റർബൻസ് യു ക്യാൻ ഫോക്കസ് വൺ ജോബ് അറ്റ് എ ടൈം. അപ്പോൾ സ്ട്രെസ് വരില്ല. അപ്പോൾ ഇത് സ്ട്രെസ് ഓവർകമ്മിങ് അല്ല ഇത് മൈൻഡ്ഫുൾനെസ് ചെയ്യണത്. ഇറ്റ് ഈസ് ചേഞ്ചിങ് ദി പെർസെപ്ഷൻ ഓഫ് യുവർ ലൈഫ്. ഓക്കെ, ആൻഡ് ആൾസോ ഇറ്റ് ഗീവ്സ് മോർ ഹാപ്പിനെസ് ടു യു. ഹാപ്പിനെസ് ആണ് തരുന്നത്. സ്ട്രെസ് പറയുന്നത് അത് ചെറിയൊരു കാര്യമാണ് ഇതിനെ സംബന്ധിച്ചോളം. മനസ്സിലായോ? ഇൻസൈറ്റ് ആയിരിക്കും. ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെ പറയുന്നത് ഇൻസൈറ്റ് മെഡിറ്റേഷൻ എന്താ പറയുക, ഉൾക്കാഴ്ച, ഇൻഡ്യൂഷൻ. മനസ്സിലായോ? ഇതൊക്കെയാണ് റിയലൈസേഷൻ. ആൻഡ് യു ആർ ലിവിങ് ഇൻ ദ റിയാലിറ്റി. നമ്മൾ സ്ട്രെസ് ആവുന്നതിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും ഒരു ഡ്രീം വേൾഡിൽ ഇരിക്കുന്നുണ്ടാവും. മനസ്സിലായോ? ആൻഡ് യു നോ ഹൗ ടു ലെറ്റ് ഗോ ഓഫ് ദി തിങ്സ്. ഏതൊക്കെ ആവശ്യമുള്ളത് ഏതൊക്കെ ആവശ്യമില്ലാത്തത് നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള നിങ്ങൾക്ക് വിൽ പവർ വരും. ഇറ്റ് ചേഞ്ചസ് യുവർ ലൈഫ്. സോ ഇറ്റ് ഈസ് എ റിയലി ട്രാൻസ്ഫോർമേഷൻ. മൈൻഡ്ഫുൾനെസ് മീൻസ് യു ആർ ട്രാൻസ്ഫോമിങ് യുവർ ലൈഫ്. ഇനി കുട്ടികളുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നമുക്ക് ന്യൂസ് നോക്കിയാൽ തന്നെ കുട്ടികൾ മീൻസ് അവർക്കെതിരെയുള്ള അക്രമങ്ങളും അവർ നടത്തുന്ന അക്രമങ്ങളും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം അവർക്ക് ഈ മൈൻഡ്ഫുൾനെസ് എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും? ഓക്കെ, ഞങ്ങൾ ഈ മാർച്ച് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഞങ്ങളൊരു പുതിയൊരു കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. 365 ഹാപ്പിനെസ് ഡേയ്സ് ടു ഓൾ. 365 ദിവസവും ഹാപ്പിനെസ് ഡേയ്സ് ടു ഓൾ ആണ്. ഓക്കെ, ആ പ്രോഗ്രാം എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്? കുട്ടികളുണ്ട്, പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നമ്മളൊരു റിയൽ ഹാപ്പിനെസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവർ ഇതിലെല്ലാം അഡിക്റ്റ് ആവുന്നത്? അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് അവരുടെ ഈ മൊത്തമായിട്ട് അവരുടെ ബ്രെയിൻ സ്ട്രക്ചർ മാറി എന്നാണ് പറയുന്നത്. ഞാൻ ഒരു ന്യൂസിൽ കണ്ടതാണ്. ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പം ഇതൊരു കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമല്ല പറഞ്ഞത്. സോ വി ആർ നോട്ട് ഗിവിങ് സഫിഷ്യന്റ് ഹാപ്പിനെസ് ടു ദി ഫാമിലീസ്. ഫാമിലി ഹാപ്പി അല്ല, ഫാമിലീസ് സ്ട്രെസ്ഫുൾ ആയിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ ഒരു ഫാമിലിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒരുത്തനാണ് ഈ പുറത്ത് കാണുന്നത്. ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ ഇതിലും അതിഭീകരമായ കാര്യങ്ങളായിരിക്കും. ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായി വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, എമോഷണൽ മൈൻഡാണ് ഇതിൻ്റെ പിന്നിലെല്ലാം. അത് വളരെ ഈസിയാണ് എമോഷണൽ മൈൻഡ് ട്രിഗർ ചെയ്യാൻ. അപ്പോൾ ഒന്നാമത് കോവിഡിൻ്റെ കാലത്തിന് ശേഷം ഈ ഡിജിറ്റൽ വേൾഡ് കൂടുമ്പോൾ മൊബൈലിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ഡ്രീം വേൾഡിലേക്ക് എത്തി. അവർ റിയാലിറ്റിയിൽ നിന്ന് പോയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നൗ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ബ്രിങ് അവയർനെസ്, ഹാപ്പിനെസ് അവയർനെസ് നമ്മൾ കൊണ്ടുവരണം. ഇവരെല്ലാം മൈൻഡ് ട്രെയിനിങ്ങിന് വിധേയമാക്കണം. കുട്ടികൾക്ക് ഇനി ആവശ്യമാണത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഈ നമ്മൾ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരാൻ തുടങ്ങി. ഹേറ്റ്രഡ്, ഭക്ഷണത്തിന് വേണ്ടി ആർത്തി പിടിക്കുന്ന മൃഗത്തിനെ പോലെയും അതേപോലെ വെറുപ്പും ഈ വയലൻസും കൂടുന്നത് മൃഗീയ സ്വഭാവമാണ്, മനുഷ്യനല്ലാതെ. മൈൻഡ്ഫുൾനെസ് കൊണ്ട് നമുക്കൊരു കാം, ട്രാങ്ക്വൽ, ഒരു ഹാപ്പി വേൾഡ് നമുക്ക് കിട്ടാം. നമ്മുടെ കേരളത്തിന്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന് ഗോഡ്സ് ഓൺ ഹാപ്പി കൺട്രി എന്ന് റീഡിഫൈൻ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ സ്വന്തം സന്തോഷകരമായ നാട് എന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചത് നടന്നു. ആ ടാഗ് ലൈൻ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും നമ്മളത് മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കേരളം സുന്ദരമായ ഒരു സന്തോഷത്തിൻ്റെ നാടായി മാറട്ടെ. അതൊരു മാതൃകയാവട്ടെ. അതിനുവേണ്ടി രാഷ്ട്രീയപരമായും അതേപോലെ മിനിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടും എല്ലാവരും വിചാരിച്ചാലേ ഇത് നടക്കുള്ളൂ. ഞാനൊരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സാറിന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ. നടന്നേ പറ്റൂ. നടക്കട്ടെ, ഇനിയുള്ള കാലത്ത് ഇവിടെ ജീവിക്കണമെങ്കിൽ നടന്നേ പറ്റൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക്. നമ്മളിപ്പോ കുട്ടികളുടെ ഇടയിൽ സാധാരണ കേട്ട് വരുന്നവരതാണ് ADHD. അപ്പം പല കുട്ടികൾക്കും ചിലപ്പം കുറച്ച് വൈകിയായിരിക്കും കണ്ടുപിടിക്കുന്നത്, ചിലർക്ക് കുറച്ച് നേരത്തെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ADHD ഉള്ള കുട്ടികൾക്ക് ഈ മൈൻഡ്ഫുൾനെസ് ചെയ്താൽ എന്തെങ്കിലും പ്രയോജനം വരുമോ? തീർച്ചയായും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഹാപ്പിനെസ് ട്രെയിനിങ്ങിലെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അറ്റൻഷൻ ട്രെയിനിങ്. അറ്റൻഷൻ ഡിഫിസിറ്റ് ഉള്ള കുട്ടികളിൽ
നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് കൊടുക്കുന്നത് ഒരു മൈൻഡ്ഫുൾനെസ് ഓഫ് സൗണ്ട് എന്നാണ്. അപ്പോൾ അവരെ പരിശീലിപ്പിക്കുന്നത് തന്നെ ഒരു മൈൻഡ്ഫുൾനെസ് ഓഫ് സൗണ്ട് എന്ന ടെക്നിക്കിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശീലിക്കുന്നത്. അപ്പോഴേക്ക് ഞാനത് ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, 1 മിനിറ്റ് എടുക്കണം. ഞാൻ ഈ ബെൽ റിങ് ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, കണ്ണടച്ചുകൊണ്ട് ഈ സൗണ്ടിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക. ഓക്കെ, ശബ്ദങ്ങളിൽ മാത്രം ശ്രദ്ധ നൽകൂ. എൻ്റെ ശബ്ദം, മറ്റു ചെറുതും വലുതുമായ മറ്റു ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങൾ മനസ്സിനെ ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാൻ പരിശീലിപ്പിക്കുന്നു. ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് പൂർണ്ണമായും ഈ ശബ്ദത്തിലേക്ക് ശ്രദ്ധ നൽകുന്നു. കണ്ണു തുറക്കൂ. എവിടെയായിരുന്നു അറ്റൻഷൻ? ശബ്ദം, ക്യാമറ നടക്കുന്നുണ്ടോ അതിന്റെ ശബ്ദം, ചെറിയ ചെറിയ ശബ്ദം വരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇതാണ് മൈൻഡ്ഫുൾനെസ്. You are bringing your mind to the present moment and knowing what is happening right now without any judgment or difference. ഇത്ര നേരം അവരുടെ മൈൻഡ് വേറെ എവിടേക്കായിരുന്നു, പെട്ടെന്ന് ഈ പ്രസന്റ് മൊമെന്റിലേക്ക് സത്യമല്ലേ? ഇത് 1 മിനിറ്റ് കൊണ്ട് തന്നെ യു എക്സ്പീരിയൻസ് മൈൻഡ്ഫുൾനെസ് അല്ലേ? ഇപ്പോൾ ഇതുപോലത്തെ ട്രെയിനിങ്, ഇതുപോലെ ഗെയിംസ് ഉണ്ട്, കുട്ടികൾക്കുള്ള ഗെയിംസ് ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. കുട്ടികളെ കുറേ ഈ അറ്റൻഷൻ നിങ്ങൾ ഈ സൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു, അവരുടെ ബോഡി സെൻസേഷൻസിൽ കൊണ്ടുവരുന്നു. ഇതുപോലെ ഞങ്ങളുടെ അടുത്ത് മൈൻഡ്ഫുൾ ഗെയിംസ് ഉണ്ട്, കുറച്ച് ഗെയിംസ് ഉണ്ട്. അവരെ എങ്ങനെയാണ് പരിശീലിക്കുന്നത്, ബോഡി അവയർനെസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെല്ലാം പഠിപ്പിക്കുക. ബിക്കം വെരി ഇൻസൈറ്റ്ഫുൾ. ഞാൻ ഒരുപാട് പേർക്ക് ഇതുപോലെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, കുട്ടികളെ അതിൽ 7ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 12th എത്തിയ ആള്. ഇപ്പം റൈറ്ററാണ്. അവന് റൈറ്ററാണ്. അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കുട്ടിയാണ്. സ്കൂളിൽ നിന്നെല്ലാം പുറത്തൊക്കെ അയക്കുന്നു. വയലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സ്കൂളിൽ നിന്ന് നേരെ എൻ്റെ സെൻറ്ററിലേക്ക് വരും, മെഡിറ്റേഷൻ പ്രാക്ടീസ്. അപ്പം ഷർട്ടൊക്കെ കീറിയിട്ടുണ്ടാവും, അവനെ മറ്റുള്ളവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും, അവനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. അവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവൻ്റെ ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പരിശീലനം കൊടുത്തിട്ട് ഇന്നാള് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഗംഭീരമായ പെർഫോമൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്കുള്ള കഴിവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് ഓൾറെഡി എല്ലാം കഴിവുണ്ടല്ലോ. നമുക്ക് സെർച്ചിങ് ഓർ യു ആർ ട്രാൻസ്ഫോമിങ് ഇറ്റ്. മനസ്സിലായോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ മൈൻഡിന് ട്യൂൺ ചെയ്യാൻ മൈൻഡ്ഫുൾനെസ് ഹെൽപ്പ് ചെയ്യും, നല്ല രീതിക്ക് വേണ്ടി. അതായത് മൈൻഡ്ഫുൾനെസ് നിങ്ങൾക്ക് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നല്ലതേ നിങ്ങൾ ചെയ്യുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടത്തിലെല്ലാം മൈൻഡ് ട്രെയിനിങ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വേണം. അതേപോലെ പാരൻസിന് അവയർനെസ് കൊടുക്കണം, ഗവൺമെൻറ് ഓഫീസസ് മൈൻഡ് ട്രെയിനിങ്ങിൻ്റെ അവയർനെസ് കൊടുക്കണം. അങ്ങനെ എല്ലാ മേഖലയിലും ഈ മൈൻഡ്ഫുൾനെസ് ഗംഭീരമായിട്ട് സ്പ്രെഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സ്കൂളുകളിൽ യോഗയുടെ ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ അതും കൂടെ നമ്മുടെ കരിക്കുലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി മൈൻഡ്ഫുൾനെസ് വന്നാൽ ഇവരുടെ യോഗയുടെ പ്രാക്ടീസ് എനർജി അവർക്ക് മനസ്സിലാവും. ഇപ്പോഴും മൈൻഡ്ലെസ് ആയിട്ടാണ് യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. മനസ്സിലായോ? ഇത് നമ്മളിപ്പോൾ യോഗ ചെയ്യുന്ന ഒരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല. യോഗയുടെ പർപ്പസ് അതിനല്ല. നിങ്ങളുടെ ബോഡിയും മൈൻഡിനെയും കാമാക്കാനും നമ്മുടെ ഇൻസൈറ്റ് കൂട്ടാനാണ്. അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ആവും, നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇംപ്രൂവ് ആവും. ഇമോഷണൽ ഇൻ്റലിജൻസ് ഇംപ്രൂവ് ആയില്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ലാക്ക് ഓഫ് എംപത്തിയാണ് വരുന്നത്. അതാണ് ഇന്ന് ഇവിടെ സംഭവിക്കുന്നത്. എംപതി ഇല്ല എന്നാണ് പാരൻസ് കുട്ടികളോട് പറയുന്നത്. പാരൻസിൻ്റെ വേദനകൾ ഒരിക്കലും കുട്ടികൾക്ക് അറിയുന്നില്ല. പക്ഷെ നമ്മളെ കാലഘട്ടത്തിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ പാരൻസിന് വേണ്ടി നമ്മൾ അവരുടെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കണം എന്നുള്ളൊരു മൈൻഡാണ് നമുക്കുണ്ടായിരുന്നത്. ആ എംപതി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ് ലെസ് ആണ്. നമ്മൾ അക്കാഡമിക് ലെവലിൽ ഉണ്ടാവാം, പക്ഷെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് മീൻസ് you are aware of your emotions and you are able to understand other person's emotion. മറ്റുള്ളവരുടെ ഇമോഷൻസും കൂടെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. മൈൻഡ്ഫുൾനെസ് വെച്ച് ഇത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സാറ് കുറേ പേർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടാവും. അപ്പം ഒബ്വിയസ്ലി ഇപ്പോൾ എല്ലാവർക്കും
ഇത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ചിലർക്ക് ഇടയ്ക്ക് വെച്ച് അവര് എത്ര ശ്രമിച്ചാലും അവരുടെ മൈൻഡിനെ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല, അങ്ങനെ വിചാരിച്ച് നിർത്തി പോവേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു മാസ് ഞാൻ ചിലപ്പോൾ ഒരു 1000 പേർക്ക് ക്ലാസ് എടുക്കാറുണ്ട്, 50 പേർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ഇതില് നിങ്ങൾ പറഞ്ഞ പോലെ ചിലവർക്ക് അത് ചെയ്യാൻ പറ്റാണ്ടെങ്കിൽ ഞാൻ ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കും. ഇൻഡിവിജ്വൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോളിലാവും. അതായത് അവർ മൈൻഡ്ലെസ് ആവില്ല. മനസ്സിലായി? മൈൻഡ്ലെസ് ആവുന്ന സമയത്തെല്ലാം ഞാൻ അവിടെ സഹായിക്കും അവർ മൈൻഡ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളൊരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര എഫക്റ്റീവ് ആവില്ല. അപ്പം അങ്ങനെയുള്ളവർ മാത്രം എന്നെ അന്വേഷിച്ച് വരാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ തന്നെ അവരെ കണ്ടുപിടിക്കും. അവരുടെ പാരൻസ് എനിക്ക് പറയും, സാറ് ഇത് ഇപ്പോഴും ഒന്നും ശരിയായിട്ടില്ല, എങ്ങനെയാണ് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കും. അത് ഓൺലൈനിൽ എടുക്കാം. അതായത് ഇതിലൊരു പ്രത്യേകത ഉണ്ട്, ഇത് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും. കുറച്ച് ചിലവർക്ക് രാത്രി 8 മണിക്കാണ് പറ്റുന്നത്, അല്ലെങ്കിൽ 9 മണിക്കാണ്, 10 മണിക്കാണെങ്കിലും ഐ ആം ഓക്കെ, നോ പ്രോബ്ലം. അവർ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ ഓൺലൈൻ ക്ലാസ് വെച്ചാൽ. ഞാൻ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ പാരൻസിന് മൈൻഡ്ഫുൾനെസ് വേണ്ടേ? ഞാൻ ചോദിച്ചു മനസ്സിലായി. പാരൻസിന് വേണമല്ലോ. നമ്മളിപ്പോൾ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുമ്പോൾ പാരൻസിന് ഇതിൻ്റെ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വർക്കാവുള്ളൂ, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ യോഗ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് മൈൻഡ് ചെയ്യുന്ന പോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കർണാടക പോലീസിന് വേണ്ടിയിട്ടാണ് ഒരു ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു കന്നഡ വേഷനിൽ അവർ പറഞ്ഞത് എന്താ അറിയാം, ഞങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഓൾറെഡി ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് റിലാക്സേഷൻ ചെയ്യുന്ന ടെക്നിക്സാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിനാണ് ആ ലാംഗ്വേജ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതായത് നല്ല ടയേർഡാണ് സമയത്ത് ഒരു 10-20 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. അവരുടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവർക്ക് റിലാക്സ് ചെയ്യുക. അല്ലെങ്കിൽ അവർ രാത്രി ഉറക്കം വരുന്നു അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ആ ഡിസ്റ്റർബ്ഡ് മൈൻഡിൽ നിന്ന് കാമാക്കുന്നു. രാവിലെ പോയി ഉറങ്ങണമെങ്കിൽ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞവർക്ക് രാവിലെ പോയി പെട്ടെന്ന് ഉറങ്ങണമെങ്കിൽ അതിനുള്ള മെഡിറ്റേഷൻ, ബോഡി സ്കാൻ മെഡിറ്റേഷൻ ഉണ്ട്. അത് ചെയ്ത് 20 മിനിറ്റ് കൊണ്ട് ഉറങ്ങിയിരിക്കും. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലുള്ള മെഡിറ്റേഷൻ നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങിയിരിക്കും. സാറിന്റെ ഈ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടപ്പം ഫുൾ ടൈം ഈ ബെല്ല് കൂടെയാണ്. അപ്പൊ എന്താണ് ഈ മൈൻഡ്ഫുൾനെസ്സും ഈ ബെല്ലും തമ്മിലുള്ള ബന്ധം? ഈ മൈൻഡ്ഫുൾനെസ് മീൻസ് ടു റിമൈൻഡ് ടു ബി മൈൻഡ്ഫുൾ ആണ്. നമുക്കൊരു റിമൈൻഡർ കൊടുക്കുകയാണ്. നിങ്ങൾ ഈ ബെല്ല് അടിക്കുമ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മറ്റ് ചിന്ത എല്ലാം നിന്നു ഈ ബെല്ലിന്റെ ശബ്ദത്തിലേക്ക് വന്നു. മനസ്സിലായോ? അല്ലാതെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ ബെൽ റിങ് ചെയ്തോടെ നമ്മൾ സ്കൂൾ ബെൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലേക്ക് ഓടുമല്ലോ, അതേപോലെ നിങ്ങൾ മൈൻഡ്ഫുൾനെസ്സിലേക്ക് നിങ്ങൾ ഓടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിന്റെ വേൾഡിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബെല്ല് ഞാൻ റിങ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇപ്പൊ നമ്മള് ഈ മൈൻഡിനെ എംപ്റ്റി ചെയ്യുക എന്നൊരു അവസ്ഥയിൽ, അതാണല്ലോ നമ്മൾ മെഡിറ്റേഷൻ പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ റിലാക്സ് ആവുന്നു, മൈൻഡിനെ എംപ്റ്റി ചെയ്യുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? മൈൻഡിനെ എംപ്റ്റി ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. മനസ്സിലായോ? അതായത് ഓൾവേസ് യുവർ മൈൻഡ് ഈസ് ഫിൽഡ് വിത്ത് ഓൾ ടൈപ്സ് ഓഫ് ദിസ് നോൺസെൻസ്. 90% ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്, 10% നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ എംപ്റ്റി ചെയ്യുക എന്ന് പറയുന്നതിൽ നിങ്ങളുടെ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് ഈ അറ്റൻഷൻ ട്രെയിനിങ്. ഈ അറ്റൻഷൻ നിങ്ങളെ 4 ഏരിയയിലേക്ക് കൊണ്ടുവരും. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഹാപ്പിനെസ് വേണമെങ്കിൽ നമുക്ക് അറ്റൻഷൻ ട്രെയിനിങ് വന്നു. ഈ അൺട്രെയിനഡ് മൈൻഡ് അല്ലെങ്കിൽ മൈൻഡ്ലെസ് മൈൻഡിൽ എങ്ങനെയാണ് പറഞ്ഞാൽ, മൈൻഡ് എന്താ തിങ്ക് ചെയ്യണം അവിടേക്ക് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കൺട്രോളില്ല. 60,000 തോട്ട്സാണ് ഒരു ദിവസം വരിക. ആസ് പെർ സൈക്കോളജി 60,000 തോട്ട്സ് ഉണ്ട്. അതിൽ 90%, 95% യെസ്റ്റർഡേസ് തോട്ട്സ് ആയിരിക്കും, ആവശ്യമില്ലാത്തതായിരിക്കും. മൈൻഡ് വാണ്ടറിങ് തോട്ട്സ് ആയിരിക്കും. അതായത് പ്രീവിയസ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, പാസ്റ്റ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താവും എന്നുള്ളൊരു ആൻഷ്യസ് തോട്ട് ഉണ്ടാകും. ഇതെല്ലാം നിങ്ങൾ റിയൽ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആക്ഷൻസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ആക്ഷൻസ് ഉണ്ടാവുക. നമ്മൾ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആക്ഷൻസ് നമുക്ക് വരും. ഇവിടെ എന്താ വെച്ചാൽ എംപ്റ്റിങ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ തോട്ട്സ് റിയൽ ആണ്. ഇപ്പോൾ അപർണ ഒരു കാര്യം ചിന്തിക്കൂ, ജസ്റ്റ് ഒന്ന് ചിന്തിക്കൂ, അത് റിയൽ ആണോ? ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ടോ? അത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ബ്ലിപ്പ് ഓഫ് എനർജി മാത്രം അല്ലേ, ഒരു എനർജി മാത്രമാണ്. അങ്ങനെ ഒരു തോട്ട് എന്ന് പറയുന്നത്. തോട്ട്സ് റിയൽ അല്ലാതെ എന്തിനാണ് നമ്മളതിൽ വിശ്വസിക്കുന്നത്? അതിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ആക്ഷനാണ് നമുക്ക് സഫറിങ് ഉണ്ടാക്കുന്നത്. സോ എംപ്റ്റിങ് ദി മൈൻഡ് മീൻസ് യു ആർ അബാൻഡിങ് ദി അൺനെസറി തോട്ട്സ്. തോട്ട്സിന് നമുക്ക് വേണ്ട, എമോഷൻസ് നമുക്ക് വേണ്ട, ഫീലിങ്സ് വേണ്ട, സെൻസേഷൻ വേണ്ട. ഇത് ഈ അവസ്ഥയാണ്
മെഡിറ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ പർപ്പസ് അല്ലെങ്കിൽ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നത് ഈ അബാൻഡിങ് ദ എമോഷൻസ്, ഫീലിങ്സ് ആൻഡ് തോട്ട്ലെസ് മൈൻഡ് ആക്കും. അതായത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആക്ച്വലി യു ആർ എംപ്റ്റിങ് ദി മൈൻഡ്. നിങ്ങൾ അറ്റൻഷൻ നിങ്ങൾ കൊണ്ടുവരുന്നു, ഒരു ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എംപ്റ്റിങ് ദി മൈൻഡാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് ഇക്വാളിറ്റി ഓഫ് തോട്ട്സ് ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾക്കുള്ള സർവൈവലും നിങ്ങളുടെ വെൽബീയിങ്ങിനുള്ള തോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് വരും. മറ്റേത് അൺട്രെയിനഡ് മൈൻഡ്, മൈൻഡ്ലെസ് തോട്ടിലെ എമോഷണൽ മൈൻഡിന് എമോഷൻസ് ആർ ബ്ലൈൻഡ്. നിങ്ങൾ എമോഷണലി ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും ബുദ്ധിപരമായി ആയിട്ടുണ്ടാവും. എമോഷണലി എടുക്കുന്ന മറ്റേ ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ ആയിരിക്കുമ്പോൾ ആ തീരുമാനം എപ്പോഴെങ്കിലും ജീവിത വിജയത്തിന് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ കാം, റിലാക്സ്ഡ്, ട്രാങ്ക്വൽ മൈൻഡിൽ മാത്രമേ നിങ്ങളുടെ ജീവിത വിജയം ഉണ്ടാവും. എമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സമൂഹത്തിലുള്ള അംഗീകാരം കിട്ടും. ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് വേണമെങ്കിൽ കാണിക്കാം, പക്ഷേ റിയൽ ലൈഫിൽ സക്സസ് വേണമെങ്കിൽ നിങ്ങൾ മെൻ്റൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കണം. ക്ലിയർ? അപ്പോൾ ഈ 4 ഫോക്കസസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 4 സ്ഥലത്തേക്ക് നമ്മുടെ അറ്റൻഷൻ കൊണ്ടുവന്ന് നമ്മുടെ മൈൻഡ് ഹാപ്പി ആവും, എംപ്റ്റി ആവും. എംപ്റ്റി മൈൻഡിൽ ഹാപ്പിനെസ് ഉണ്ടാവും. യുവർ ക്വസ്റ്റ്യൻ ഈസ് വെരി ജെന്യൂൻ ആൻഡ് ഐ എം ഇംപ്രസ്ഡ്. മൈൻഡ്ഫുൾനെസ് ഓഫ് ബോഡി, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. മൈൻഡ്ഫുൾനെസ് ഓഫ് ഫീലിങ്സ്, നമ്മുടെ ഫീലിംഗ് ടോൺ എന്താണെന്ന് നോക്കാം. പ്ലസൻ്റ് ആണോ അൺപ്ലസൻ്റ് ആണോ ന്യൂട്രൽ ആണോ നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ. ദെൻ 3ാമത്തെ മൈൻഡ്ഫുൾനെസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഓഫ് ഇമോഷൻസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ഇമോഷൻസ് തിരിച്ചറിഞ്ഞാലേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇമോഷൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോഴാണ് ഒരു എമ്പത്തി ഉണ്ടാവുന്നത്. മനസ്സിലായി? അതല്ലാതെ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എമ്പത്തി ഉണ്ടാവില്ല, ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവില്ല, ഫാമിലി ലൈഫ് എന്നും പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ. 4ാമത് മൈൻഡ്ഫുൾനെസ് ഓഫ് തോട്ട്സ്. ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുക. ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്താണെന്നറിയോ, അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളെല്ലാം കോൺഷ്യസ് അറ്റൻഷൻ ആവും. ദ മൊമെന്റ് യുവർ തോട്ട് സ്റ്റോപ്സ്. എല്ലാവരും they are facing overthinking പറയാറുണ്ട്, നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞിട്ട്. when you become mindful of your thought, that moment your overthinking stops. അതാണ് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത്. മനസ്സിലായി? ഇങ്ങനെ 4 ഫോക്കസസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഓഫ് ബോഡി, മൈൻഡ്ഫുൾനെസ് ഓഫ് ഫീലിങ്സ്, മൈൻഡ്ഫുൾനെസ് ഓഫ് ഇമോഷൻസ്, മൈൻഡ്ഫുൾനെസ് ഓഫ് തോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ യുവർ മൈൻഡ് ഈസ് ലിബറേറ്റഡ് ഫ്രം ദി സഫറിങ്സ്. ദുഃഖത്തിൽ നിന്ന് മൈൻഡ് ലിബറേറ്റഡ് ആവും. ഇറ്റ്സ് പവർഫുൾ മൈൻഡ് ആൻഡ് ആൾസോ ഇറ്റ് ഈസ് ഹാപ്പി മൈൻഡ്. ഒരു ഹാപ്പി മൈൻഡ് കോൺഷ്യസ് വിൽ പവർ ഉള്ളതും സെൽഫ് കോൺഫിഡൻ്റ് ഉള്ളൊരു മൈൻഡായിരിക്കും. ഇപ്പം ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരാൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്സുകൾ സിറ്റീസിലെല്ലാം കണ്ടക്ട് ചെയ്യാൻ, എറണാകുളത്തും തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂർ, അങ്ങനെ വർക്ക്ഷോപ്പ് നടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പങ്കെടുക്കാം. ഓക്കെ. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുള്ളവരാണ് ഇതിൽ വരിക. അവെയർ ആവുന്നു, എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ആവണം, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ആവണം, ഐ ഹാവ് ടു മൈസെൽഫ് ഹാപ്പി ആവണം, ഐ ഹാവ് ടു സ്പ്രെഡ് ഹാപ്പിനെസ് ടു ദി വേൾഡ്. ഇങ്ങനെയുള്ളവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ കോഴ്സ് അവർക്ക് ഗുണം ചെയ്യുന്നത്. അതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ തുടക്കക്കാർക്കും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ചെറിയ എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ എൻ്റെ യൂട്യൂബ് പേജിലെല്ലാം ഉണ്ട്, ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, ബോഡി സ്കാൻ മെഡിറ്റേഷൻ, മൈഗ്രെയിൻ പ്രോബ്ലം ഉള്ളവർ യൂട്യൂബിലുള്ള മെഡിറ്റേഷൻ റെഗുലറായിട്ട് ഒരു സമയത്ത് ചെയ്യാം. അതിൽ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ഉണ്ട്. ഓക്കെ. അതിലെല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് ഓൺ ചെയ്യുക, അത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. ഇപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന ഡിന്നറിന് മുമ്പ് മെഡിറ്റേഷൻ ചെയ്യണം. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഡിന്നറിന് മുമ്പ് ചെയ്യാം. അതുപോലെ രാവിലെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ചെയ്യാം. അതേപോലെ ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ രാത്രി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് 6 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് അത് കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് ഉള്ളതാണ് കിട്ടുന്നത്. ഓക്കെ. 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ കിട്ടും. എത്രയോ പേഷ്യൻസ് എൻ്റെ ഈ വീഡിയോ കണ്ട് അവർ ഉറങ്ങാറുണ്ട്, എസ്പെഷ്യലി ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ബ്രീത്തിങ് മെഡിറ്റേഷൻ രാവിലെ ചെയ്യാനുള്ളതാണ്. എന്തിനാണ്? എനർജറ്റിക് ആവാൻ. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് തോട്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് യുവർ ബ്രെത്ത്. ഓരോ ബ്രെത്ത് മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറും.
ഏതായാലും ഈ വേൾഡ് ഹാപ്പിനെസ് ഡേയിൽ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഇനി വീണ്ടും കാണാം. ഓക്കെ, ഷുവർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.